നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നതായി അറിഞ്ഞ്, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളായിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷോർട്സ് നമ്മൾ എല്ലാവരും ഇടുന്നവരാണ്. അപ്പോൾ ഷോർട്സ് ഇടുമ്പോൾ ശരിക്കും ഇപ്പോൾ 3 മിനിറ്റ് ഇടാവുന്ന ഒരു സംവിധാനമുണ്ട് ഇതിൽ ഷോർട്സിനകത്ത്. അതുപോലെ തന്നെ 60 സെക്കൻഡ്, 30 സെക്കൻഡ് അങ്ങനെയൊക്കെ ഇടാം. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത് തന്നെ 2 മാസത്തിനുള്ളിൽ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോവാണ് യൂട്യൂബിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും മെയിനായിട്ട് യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മളെപ്പോഴും അതിന് എത്ര വ്യൂവേഴ്സായി എന്നിങ്ങനെ എടുത്തു നോക്കും. അപ്പോൾ പൊതുവെ നമ്മളുടെ ചാനലിൽ കാണുന്ന നമ്മളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവും, അവർ നോക്കുമ്പോഴും ചിലപ്പോൾ 10 വ്യൂ അല്ലെങ്കിൽ 15 വ്യൂ അല്ലെ അങ്ങനെ വളരെ 100-ൽ താഴെ ഉള്ള വ്യൂവേഴ്സ്, അല്ലെങ്കിൽ 100, 200 ഇങ്ങനെയൊക്കെ വ്യൂവേഴ്സ് ഉള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളെ ആൾക്കാർ നമ്മളെ കളിയാക്കും. ഒരു ചാനൽ കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം, നിന്റെ ചാനലിൽ 10 ആളിൽ കൂടുതൽ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാവുന്ന ഒരു സംഭവം എല്ലാവർക്കും അത് ഫീൽ ചെയ്യാനാണ്. അപ്പോൾ യൂട്യൂബ് പുതുതായിട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് 30 സെക്കൻഡൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് എൻഗേജ്ഡ് വ്യൂയിലേക്ക് വരുന്നത്. അപ്പോൾ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വ്യൂ ആയിട്ട് കൂട്ടാറില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമല്ലോ മുകളിലോട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വീഡിയോ അതിനിടയിൽ വന്നു കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് വ്യൂ എന്ന് കൗണ്ട് ചെയ്ത് വരത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴും അത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വ്യൂ ആയിട്ട് അത് കമ്പയർ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വ്യൂവേഴ്സ് നോക്കുമ്പോൾ ചിലപ്പോൾ 100 എന്നുള്ളത് 1000 ആവും, അല്ലെങ്കിൽ അത് 5000 ആവും, 10000 ആവും, 1,00,000 ആവും, അതിങ്ങനെ മില്യൺ ആവും, അതിങ്ങനെ കൂടി വരും. പക്ഷെ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനം, അല്ലാതെ അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പിന്നീട് അതിൻ്റെ അനലിസ്റ്റിക്കിൽ വരുമ്പോൾ അവിടെ നമ്മുടെ എൻഗേജ്ഡ് വ്യൂ മാത്രമേ കാണിക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേത് ഇങ്ങനെ പുറമേ കാണാൻ ഭംഗിയുണ്ടാവും, അല്ലാതെ അത് മറ്റേ ഇതിലേക്ക് പോകത്തില്ല. അപ്പോൾ അങ്ങനൊരു സംഭവം യൂട്യൂബ് ഉണ്ട്. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും പുതിയ രഹസ്യമുണ്ടോ എന്നറിയത്തില്ല. അത് പിന്നീട് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ, എന്താണ് അതിൻ്റെ പുതിയ കാര്യങ്ങൾ എന്ന് യൂട്യൂബിന് തന്നെ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഷോർട്സുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വ്യൂവേഴ്സ് കൂട്ടി എല്ലാവരും മുന്നിൽ തന്നെയാണല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഏൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. ചിലവർക്കൊക്കെ ഒരു പാഷനാണ് യൂട്യൂബ്, പക്ഷെ ചില ആളുകൾക്ക് ഒരു തൊഴിൽ പോലെ കൊണ്ടുനടക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും മുന്നോട്ട് വരട്ടെ, നല്ല രീതിയിൽ എല്ലാവരുടെ ചാനലും നന്നായി മുന്നോട്ട് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ കൂടി അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സംശയങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് ടെക് ചാനൽ നടത്തുന്നവരുണ്ട്, യൂട്യൂബിൻ്റെ ടിപ്സ് പറയുന്നവരുണ്ട്. പക്ഷെ നമ്മളും അവരൊപ്പം ഒന്നും എത്തിയിട്ടില്ല. എന്നാലും നമ്മളുടെ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്കത് എന്താണെന്നുള്ളത് വിശദമാക്കി തരാം. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ എല്ലാ ദിവസവും അതിൻ്റേതായ ടൈമിൽ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ നമ്മളുടെ പുതിയ ഈ ട്രെയിനിങ്ങിൽ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.